ശനീനെ പപ്പയുടെ അടുത്തുണ്ടാകുന്നാക്കി. ഇനി വീട്ടിൽ പോയിട്ട് കുറേ പരിപാടിയുണ്ട്. ഇന്ന് ഈസ്റ്ററിന്റെ തലേ ദിവസമാണ്. അപ്പൊ നമുക്ക് അതിൻ്റെതായ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പപ്പയുടെ അടുത്ത് ഉരുളി പിടിച്ചിട്ട് വന്ന് ഇനി കുക്കിങ് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഉരുളിയും ചട്ടകമൊക്കെ നമ്മൾ കാറിയെടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇനി കുക്കിങ്. ഇവിടെ ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയോണ്ട് തന്നെ കോക്കനട്ട് ഓയിലിൻ്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ ഇങ്ങനെയാണ്. കുറച്ച് കട്ട പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ ആ സ്പൂണ് ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം എടുക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും കേട്ടോ. കുക്കിംഗ് എനിക്ക് ആക്ച്വലി വലിയൊരു പണിയായിട്ട് തോന്നിയില്ല. കാരണം ഞാൻ എല്ലാം പ്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. സവാള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മുടെ ബീഫ് നേരത്തെ കൂട്ടി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ എനിക്ക്. നമ്മൾ ഉണ്ടാക്കുന്നത് പിടിയും ഇറച്ചിക്കറിയാണ് കേട്ടോ. എനിക്കറിയാൻ പാടില്ല എത്ര പേര് പിടിയും ഇറച്ചിക്കറിയും കഴിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് ഫെമിലിയർ ആണ് എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് അത്ര ഭയങ്കര ഫെമിലിയർ അല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴാണ് ഇതൊക്കെ ഫെമിലിയർ ആയിട്ട് വരുന്നത്. എന്തായാലും നമ്മൾ പിടിയും ഇറച്ചിക്കറി ഉണ്ടാക്കി, കൂടെ വിന്താലും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി പെട്ടെന്ന് പള്ളിയിലോട്ട് പോകാനായിട്ട് റെഡി ആവണം. തണുപ്പായതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ പ്ലാനിങ് നടന്നില്ല. ചുരിദാറിന് പകരം ഈ ഒരു സംഭവം ഇട്ട് നമ്മൾ ഒതുക്കി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ടാറ്റാ.